അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അടുത്തൊരു സെക്ഷൻ കമ്പയർ ചാർജ് ആൻഡ് മാസ്. ചാർജിനെയും മാസിനെയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, സി ഒന്നാമത് ചാർജ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചാർജ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ബട്ട് മാസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. മാസ് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. ഓർത്ത് വെച്ചിരിക്കൂലേ? സെക്കൻഡ് പോയിന്റ്, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ചാർജിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബട്ട് മാസ് ഈസ് നോട്ട് ക്വാണ്ടൈസ്ഡ്. മാസ് ഈസ് നോട്ട് ക്വാണ്ടൈസ്ഡ്. അടുത്ത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജിനെ കൺസർവ് ചെയ്തിട്ടുണ്ട്. ബട്ട് മാസ് ഈസ് നോട്ട് കൺസർവ്ഡ്. മാസ് കൺസർവ്ഡ് അല്ല. അടുത്ത് നാലാമത്, ചാർജിന്റെ ബോഡിക്ക് മാസ് ഉണ്ടാവാം, പക്ഷെ എല്ലാ മാസിനും ചാർജ് ഉണ്ടാവണമെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? അപ്പൊ ചാർജിന്റെ ബോഡി may have mass. അടുത്ത mass may not have charge. മാസിന് എന്ത് വരണമെന്നില്ല? ചാർജ് വരണമെന്നില്ല. സി, ചാർജിന്റെ ബോഡി may have mass, but mass may not have charge. അടുത്തത്, ബോഡി എത്ര വെലോസിറ്റിയിൽ പോയാലും, ബോഡി എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്താലും അതിലുള്ള ചാർജ് മാറില്ല. പക്ഷെ നമുക്കറിയാം വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് മാസ് കൂടുമെന്നല്ലേ പറഞ്ഞേ, നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ എന്താണ്? ചാർജ് വിൽ നോട്ട് വേരി വിത്ത് വെലോസിറ്റി. ഇവിടെ എന്താണ്? മാസ് increases with velocity. മാസ് എന്ത് ചെയ്യും? കൂടുമെന്നാണ്. സോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സാമിനൊന്നും ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഫോർ നോളജ്. സേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് മാസ്, ഓർ യു കമ്പയർ ചാർജ് ആൻഡ് മാസ്. പറഞ്ഞോ. സേ ചാർജ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മാസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. സെക്കൻഡ്, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. Mass is not quantized. അടുത്ത, charge is conserved. Mass is not conserved. Then charged body may have mass. Mass may not have charge. Then charge will not vary with velocity, but mass increases with velocity. Increases with increase of velocity. Okay. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആരും ചോദിക്കാനും ചാൻസ് ഇല്ല. ജസ്റ്റ് പറഞ്ഞു കളയുകയാണ്. സി, കമ്പയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് പറയാമോ? രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒന്ന് പറയാമോ? രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ്. ശരിയല്ലേ? രണ്ടും എന്തോന്നാണ്? ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ് ആണ്. അപ്പൊ രണ്ടിനകത്ത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചു. F is equal to G(m1m2)/r². അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇവിടെ പഠിച്ചത് 1/4πε0 Q1 Q2/r². അപ്പൊ രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോസ് ആണ്. അപ്പൊ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സസ് ആണ്. ഇനി അടുത്ത്, രണ്ടും ലോങ് റേഞ്ചർ ആണ്. ലോങ് റേഞ്ചർ ആയിട്ടുള്ള ഫോഴ്സുകളാണ് ഇത് രണ്ടും. ഇനി രണ്ടും സെൻട്രൽ ഫോഴ്സുകളാണ്. രണ്ടും സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് ബോഡി ഇരുന്നാൽ ഇത് അതിനെ അട്രാക്ട് ചെയ്യും, അത് ഇതിനെ അട്രാക്ട്, രണ്ടുപേരും അങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഈ ലൈൻ വഴിയാണ് അവൻ ഇങ്ങോട്ട് വലിക്കുന്നത്, ഈ ലൈൻ വഴിയാണ് അവൻ അങ്ങോട്ട് വലിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ ഫോഴ്സ് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദെയർ സെന്റേഴ്സ്. അതുകൊണ്ടാണ് എന്ത് ഫോഴ്സ് എന്ന് പേര് വന്നത്? സെൻട്രൽ ഫോഴ്സ്. അതേപോലെ ചാർജിന്റെ ബോഡി ആണെങ്കിൽ ഇതുപോലെ തന്നെ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബോത്ത് ആർ സെൻട്രൽ ഫോഴ്സസ്. അടുത്തത്, ഇത് രണ്ടും കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. രണ്ടും കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. എന്താണ് കാരണം? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് നമ്മൾ പഠിച്ചതല്ലേ? ഇപ്പൊ നമ്മളിപ്പോ വീട്ടിന്റെ മണ്ടയിൽ ഒരു സാധനം ഒരു സ്ഥലത്തേക്ക് എടുത്തു വെക്കണം. അതിനുവേണ്ടി ഏത് പാത്തിൽ കൂടെ പോയാലും ഇവിടെ നിന്ന് മേലെടുത്ത് വെക്കാൻ എടുക്കുന്ന വർക്ക് എത്രയാ? mgh തന്നെയല്ലേ?
അപ്പോൾ വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു സാധനത്തിന് മേലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏതിന് അഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? എല്ലാ കേസിലും അവിടുത്തെ വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ചെയ്യുന്ന വർക്ക് mgh. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്ര? -mgh എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, നമ്മൾ ഒരു സാധനത്തിന് ഇവിടെ നിന്ന് എടുത്ത് മേലെ കൊണ്ടുപോയിക്കാൻ ചെയ്യുന്ന വർക്ക് mgh എന്നാണ് എടുത്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? -mgh. ഏത് പാത്തിൽ കൂടെ പോയാലും ശരിയല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. വർക്ക് ഡൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എത്ര സിമിലാരിറ്റീസ് ആയി? ഇപ്പൊ എത്ര എണ്ണമായി? 4 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ. രണ്ടും വാക്വത്തിൽ ആക്ട് ചെയ്യും. വാക്വം വഴി ഇപ്പൊ സൺ സ്പേസിലാണ് ഇരിക്കുന്നത്, അവിടെ എയർ ഒന്നും ഇല്ല, പക്ഷേ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ വാക്വം വഴി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും വാക്വത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? അപ്പൊ മീഡിയത്തിലും ആക്ട് ചെയ്യും, അതുപോലെ വാക്വത്തിലാണെങ്കിലും ആക്ട് ചെയ്യും. അപ്പോൾ ഓർത്തുവെച്ചോണം, these are the similarities between gravitational force and electrostatic force. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയാം. Both are inverse square forces, both are long range, both are central forces, both are conservative forces, both act in vacuum. Both act in vacuum. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസിമിലാരിറ്റീസ് ആണ്, ഡിഫറൻസസ് ആണ്. ഏതാണ് സ്ട്രോങ്ങർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ സ്ട്രോങ്ങർ? നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കും അല്ലേ, മറ്റവൻ കുറച്ചുകൂടെ സ്ട്രോങ്ങും ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻസ് ആയി. ഇനി വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? G(m1m2/r² എന്നല്ലേ പഠിച്ചേ? ഇവിടെ മീഡിയത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററും വന്നില്ല. പക്ഷെ ഇവിടെ പഠിച്ചപ്പോൾ 1/4πε0q1q2/r² എന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു. 1/4πε1q1q2/r² എന്ന് പറഞ്ഞായിരുന്നു. മീഡിയം ആണെങ്കിൽ എപ്സിലോൺ ഇടണമെന്ന് പറഞ്ഞു. എയർ ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ ε0 ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് അടുത്തൊരു ഡിഫറൻസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി അടുത്തത് ഇനിയും നമുക്ക് ഡിഫറൻസ്, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്താണ്? അട്രാക്റ്റീവ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അട്രാക്റ്റീവ് ആവാം, റിപ്പൽസീവ് ആവാം. അപ്പോൾ ഇതൊക്കെ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കളയാം. സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വീക്കർ ദാൻ electrostatic force. അടുത്ത gravitational force does not depend on medium, but electrostatic force depends on medium where the charges are kept. Then gravitational force is always attractive, electrostatic force may be attractive or repulsive. അടുത്തൊരു ഇക്വേഷൻ ആണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു ചാർജ്ഡ് വയേഴ്സ്. സി നമുക്കിവിടെ 2 വയേഴ്സ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, എന്തോ ആയിക്കോട്ടെ, എന്ത് ചാർജ് ആയിക്കോട്ടെ. സോ ഇതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി λ1, അതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി λ2. 2 വയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കമ്പി ആ കമ്പി അട്രാക്ട് ചെയ്യും, ആ കമ്പി ഈ കമ്പി അട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കമ്പി ആ കമ്പിയുടെ യൂണിറ്റ് ലെങ്തിൽ കൊടുക്കുന്ന ഫോഴ്സും ആ കമ്പി ഈ കമ്പിയുടെ യൂണിറ്റ് ലെങ്തിൽ കൊടുക്കുന്ന ഫോഴ്സും സെയിം ആണ്. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 2λ1 λ2 ഡിവൈഡഡ് ബൈ r എന്നാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു ചാർജ്ഡ് വയേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്? 1/4πε0 2λ1 λ2 divided by r. We assume that the wires are kept in air. See how many wires are here? 2. What is the linear charge density of first one? λ1. Second, λ2. The distance between them is r. First wire will exert a force on second. Second wire will exert a force on first. Okay. Then force on unit length of second and force on unit length of first are same. So force on unit length is 1/4πε0 2λ1 λ2 divided by r. Okay, keep in mind. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് പറഞ്ഞു പോവാം. കേസസ് വെയർ ഗോസസ് ലോ കനോട്ട് ബി യൂസ്ഡ്. ഗോസസ് ലോ ഉപയോഗിക്കാൻ പറ്റാത്ത കേസുകൾ. സോ നമ്മുടെ ഒരു ഡൈപോൾ എടുക്കുക. ഒരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഗോസസ് ലോ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
അതുപോലെ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിലും ചാർജ് ഇരിക്കുകയാണ്. 3 വെർട്ടെക്സിലും ചാർജ് ഇരുന്നാൽ ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും ഗോസസ് ലോ പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷന് സിമട്രി ഇല്ല. അപ്പോൾ ഗോസിയൻ സർഫസ് അവിടെ വരയ്ക്കാൻ പറ്റില്ല. സിമട്രിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഗോസിയൻ സർഫസ് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗോസസ് ലോ അവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഗീവ് എക്സാമ്പിൾസ് വെയർ ഗോസസ് ലോ കനോട്ട് ബി യൂസ്ഡ് എന്നാരെങ്കിലും ചോദിച്ചാൽ പറയണം. സി ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് near an electric dipole we cannot use Gauss's law. Then to find the electric field due to charges at the vertices of a triangle we cannot use Gauss's law. You consider a triangle having charges at the vertices. You cannot find the electric field due to this using Gauss's law because the charge distribution has no symmetry here. So Gaussian surface cannot be considered here. So suitable Gaussian surface symmetrically we cannot consider Gaussian surface. So Gauss's law cannot be used. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് കളയാന്നുള്ളേ ഉള്ളൂ. ഈസ്റ്റഡിനെ അറിയില്ലേ? ഈസ്റ്റഡ്, ഹാൻ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. അദ്ദേഹമാണ് നമ്മൾ കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയുടെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചത്. കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ആംബിയർ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. ആംബിയർ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ആര് പറഞ്ഞു? ആര് കണ്ടുപിടിച്ചു? ആംബിയർ കണ്ടുപിടിച്ചു. അപ്പൊ ഈ കണ്ടുപിടുത്തത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇത്. സി ഈസ്റ്റഡ് ഫൗണ്ട് ദാറ്റ് a magnetic field is developed around a current carrying conductor. നമ്മൾ പണ്ട് പഠിച്ചതാണ്. Then Ampere proved that electric field can create magnetic field. ഇനി മൈക്കൽ ഫാരഡേ എന്താ ചെയ്തേ? ഫാരഡേ ചെയ്തത് ഒരു മാഗ്നറ്റ്, ഒരു കോയിൽ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് can create electric field. മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാക്സ്വെൽ പറഞ്ഞു. മാക്സ്വെൽ എന്താണ് പറഞ്ഞത്? മാക്സ്വെൽ പറഞ്ഞു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ആർ ഇൻസെപ്പറബിൾ എന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ആർ ഇൻസെപ്പറബിൾ. അങ്ങനെയാണ് പിന്നീട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായത്. ഇലക്ട്രോ മാഗ്നറ്റിസം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സോ ലിസൺ, a magnetic field is developed around a current carrying conductor, okay, found by Easted. Adutha electric field can create magnetic field, found by Ampere. Adutha Faraday found that magnetic field can create electric field. Maxwell, he said that electric and magnetic fields are inseparable. Electric and magnetic phenomena are inseparable and hence the name electromagnetism. Okay, ഇനി ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങളൂടെ പറയുമ്പോൾ ചാപ്റ്റർ കഴിയും. ആരെങ്കിലും ചിലപ്പോൾ ഒന്ന് ചോദിച്ചാലോ, ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള സിമ്മട്രി എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുന്നു. ഒരു പോയിന്റ് ചാർജിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇറങ്ങി വരികയല്ലേ? അപ്പോൾ അവിടുത്തെ സിമ്മട്രി എന്തെന്ന് ചോദിച്ചാൽ സ്ഫെറിക്കൽ സിമ്മട്രിയാണ്. എന്താണ്? സ്ഫെറിക്കൽ സിമ്മട്രിയാണ്. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് സിമ്മട്രി എക്സിസ്റ്റ് നിയർ എ പോയിന്റ് ചാർജ്? സ്ഫെറിക്കൽ സിമ്മട്രി. ഒരു ഡൈപോൾ ആണെങ്കിലോ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇരിക്കുന്ന ഒരു ഡൈപോൾ ആണെങ്കിലോ അവിടുത്തെ സിമ്മട്രി ചോദിച്ചാൽ സിലിണ്ട്രിക്കൽ സിമ്മട്രിയാണ്. സിമ്മട്രി അബൌട്ട് ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ ആണ്, ഓർത്ത് വെച്ചോണം. അപ്പൊ സിലിണ്ട്രിക്കൽ സിമ്മട്രിയാണ്. ഇത് രണ്ട് പോസിറ്റീവ് ആയാലും ഇത് തന്നെ, രണ്ട് നെഗറ്റീവ് ആയാലും ഇത് തന്നെ. അപ്പൊ അവിടത്തേക്ക് സിമ്മട്രി ഏതാണ്? സിലിണ്ട്രിക്കൽ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സി വാട്ട് ടൈപ്പ് ഓഫ് സിമ്മട്രി ഇൻ ദ കേസ് ഓഫ് സിംഗിൾ ചാർജ്? സ്ഫെറിക്കൽ. ദെൻ ഫോർ എ ഡൈപോൾ or pair of similar charges, cylindrical symmetry about the axis of the cylinder. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് കപ്പാസിറ്റർ. കേട്ടിട്ടുണ്ടോ? കപ്പാസിറ്റർ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അതിനകത്ത് രണ്ട് പ്ലേറ്റ് ഉണ്ട്,
ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. സോ കപ്പാസിറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓർത്ത് വയ്ക്കുക. ഫോട്ടോ കോപ്പി എടുക്കുന്ന മെഷീൻ കണ്ടിട്ടില്ലേ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ. ഇറ്റ് വർക്ക്സ് ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ there ends our chapter.